Hi students. So once again I welcome all of you on behalf of Riju and PSK online classes. നോക്കൂ എല്ലാവരും, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും NCERT വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can send me WhatsApp. Okay, I can clear it. It's not a problem. Isn't it? അപ്പോൾ എല്ലാവരും NCERT വായിക്കുക. അതിനകത്ത് പ്രോബ്ലംസ് ഒക്കെ ചെയ്തെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ഇവിടെ ഞാൻ 2 പ്രോബ്ലം ചെയ്തിട്ട് അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ അറ്റ് വിത്ത് അവർ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോളൂ എല്ലാവരും. വാട്ട് ഈസ് ദി വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ ഹൂസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ഈസ് 5.2 ഇൻറ്റു 10⁻14 (10⁻⁻1). ആക്ച്വലി ഈ പ്രോബ്ലത്തിനകത്ത് ആ ഒരു ടേംസ് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ അതിനപ്പുറം നമുക്ക് വേറൊന്നും തന്നെ അധികം ചെയ്യാൻ വേണ്ടിയില്ല. കാരണം ഇവരിവിടെ ചോദിച്ചത് വർക്ക് ഫംഗ്ഷൻ എന്നാണ്. ഈ വർക്ക് ഫംഗ്ഷൻ്റെ വേറൊരു പേര് നമുക്കറിയാം, ത്രെഷോൾഡ് എനർജി. ത്രെഷോൾഡ് എനർജി അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഇറ്റ്സ് എൻ എനർജി അല്ലേ. അപ്പോൾ ആ എനർജി ആണ് അവർ ചോദിച്ചേക്കുന്നത്. സി വർക്ക് ഫംഗ്ഷൻ, യു സ്റ്റഡീഡ് ത്രെഷോൾഡ് എനർജി, വട്ട് എവർ ദർ ആസ്കിംഗ് അബൌട്ട് എനർജി. എന്താ തന്നിരിക്കുന്നത്? ത്രെഷോൾഡ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇക്വേഷൻ ഇങ്ങനെയാണ്, E ഈസ് ഈക്വൽ ടു hν. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഞാൻ വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല, ബട്ട് അഗെയിൻ ലെറ്റ്സ് സീ ടു ദാറ്റ്. ഇസേ അപ്പോൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ μ0 എന്ന് കൊടുക്കും. ദാറ്റ്സ് ഓൺലി ദ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് എച്ചിൻ്റെ വാല്യൂ അറിയാം, μ0ൻ്റെ വാല്യൂ അറിയാം. ലെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. സോ വെൻ വി സബ്സ്റ്റിറ്റ്യൂട്ട് യു ക്യാൻ സീ ദാറ്റ് എച്ച് വാല്യൂ 6.6 ഇൻറ്റു 10⁻⁻34. ആൻഡ് വാട്ട് ഈസ് μ0 വാല്യൂ? μ0 വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 5.2 ഇൻറ്റു 10⁻14. സോ ഐ ക്യാൻ ജസ്റ്റ് റൈറ്റ് 5.2 ഇൻറ്റു 10⁻14. ഓക്കെ all of you? അപ്പോൾ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുക എന്നത് മാത്രമാണ്. സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ വർക്ക് ഫംഗ്ഷൻ എന്ന ടൈം കണ്ട് ഞെട്ടേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് സിമ്പിൾ, ജസ്റ്റ് ലൈക്ക് എനർജി. അപ്പോൾ എനർജി എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കൂ എല്ലാവരും. ദെൻ വി ഹാവ് 6.6 ഇൻറ്റു 10⁻⁻34 and 14, it becomes -20, and into what comes there? 5.2. Now you need to multiply this. അപ്പോൾ സോ ആ ഒരു ജോലിയാണ് നമുക്ക് അവസാനമായിട്ട് നമുക്കിവിടെ ചെയ്യേണ്ടത്. So listen all of you, almost you will get 36.6 will come as your answer. So listen all of you, so you can calculate, you can see that almost 36.6 into the power 10⁻⁻20 will come as the answer. Okay, so multiply and get the answer. Okay, so don't worry about the term work function. Work function എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ത്രെഷോൾഡ് എനർജി എന്ന് മാത്രമാണ് അവർ ചോദിച്ചത്, അല്ലാതെ വേറെ ഒന്നും തന്നെ ഇതിനകത്ത് നമ്മൾ നേരത്തെ അപ്രോച്ച് ചെയ്ത ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, ലിസൺ. So this is a nice problem. See to that. Calculate the maximum kinetic energy. So what we need to find out, tell me all of you, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? കൈനറ്റിക് എനർജിയാണ്. So calculate the maximum kinetic energy of photoelectrons emitted when a light of frequency 2 into 10⁻16 Hz irradiated on a metal surface with a threshold frequency 8.68 into 10⁻15. നോക്കൂ, അവർ 2 ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഒന്ന് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയും രണ്ടാമത്തത് ത്രെഷോൾഡ് ഫ്രീക്വൻസിയും. ആൻഡ് വാട്ട് ദർ ആസ്കിങ് ആസ് ടു ഫൈൻഡ് ഔട്ട് കൈനറ്റിക് എനർജി. കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൈനറ്റിക് എനർജി ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വി നോ ദാറ്റ് വി ക്യാൻ റൈറ്റ് സ്ട്രേറ്റ്ലി വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ദാറ്റ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു hν minus hν0. This is the equation what we have. ഇത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഓരോ ആൾക്കാർ ആരാണ്? H നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. You have studied H, isn't it? Planck's constant. And we have a nu and a μ0. So let's see. Nu means നമുക്കറിയാം ഇൻസിഡൻറ്റ് ലൈറ്റിന് എനർജിയാണ് നമ്മൾ nu എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസിഡൻറ്റ് ലൈറ്റിന് എനർജി nu ഈസ് ഈക്വൽ ടു 2 into 10⁻16, or else I can write 20 into 10⁻15. നോക്കൂ, കാരണം അടുത്ത കേസിൽ നമുക്ക് അങ്ങനെയാണുള്ളത്, അതുകൊണ്ട് ഞാൻ ആ രീതിയിലാക്കുന്നു. സോ വാട്ട് വി ഹാവ്, nu is equal to 20 into 10⁻15. And now next, അടുത്ത μ0. എന്താണ് μ0ൻ്റെ വാല്യൂ?
8.68 into 10 raised to 15. അപ്പോൾ നമുക്കവിടെ ന്യൂവിൻ്റെ വാല്യൂ ഉണ്ട്, ന്യൂ സീറോൻ്റെ വാല്യൂ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കൂ കുട്ടികളെ, സോ വെൻ എവർ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വാട്ട് വി ഗെറ്റ്, kinetic energy is equal to what we can write, h into nu minus nu 0. H into nu minus nu 0. Okay, let's write there. Kinetic energy is equal to h in the value നമുക്ക് പിന്നീട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So we have h into first nu in the value 20 into 10 raised to 15. So let me write there 20 into 10 raised to 15 minus 8.68 into 10 raised to 15. Okay, ലഫ്യം പവർ രണ്ടുപേരും ഈക്വൽ ആണ്. അപ്പോൾ 20 മൈനസ് 8.68 എന്നാണ്. അപ്പോൾ നമുക്ക് 11.32 അവിടെ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു 11.32 into 10 raised to 15 into നമ്മുടെ എച്ചിൻ്റെ വാല്യൂ. വാട്ട് ഈസ് എച്ച് വാല്യൂ? 6.6 into, so I can write there 6.6 into 10 raised to minus 34. അപ്പോൾ ഇവിടെ 15ഉം മൈനസ് 34ഉം കൂടെ പോയിട്ട് നമുക്ക് മൈനസ് 19 വരും. അപ്പോൾ നമുക്ക് എഴുതാം 11.32 into 6.6 into 10 raised to minus 19. Isn't it? Okay, so അത് ജൂളിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നോക്കൂ, നമ്മുടെ ആൻസർ ഏകദേശം എത്രയായിരിക്കും? 11.32. നമുക്ക് ഇമാജിൻ ചെയ്യാം 11 ആണെന്ന് വിചാരിക്കാം, ഇൻറ്റു 66. isn't it? ഓൾമോസ്റ്റ് നമ്മുടെ ആൻസർ 77 ആ ഒരു റീജിയനിൽ വരും. വിത്ത് പവർ ആരായിരിക്കും? 10 raised to minus 19 ജൂൾ. ഓക്കെ all of you. അപ്പോൾ നമ്മളിവിടെ ആരേ ചെയ്തത്? കൈനറ്റിക് എനർജി കാൽക്കുലേഷൻ ആണ് നടത്തിയത്. സോ all of you try to understand, calculate the maximum kinetic energy. What is the equation we used? Kinetic energy equals h nu minus h nu 0, or else we wrote h into nu minus nu 0. അപ്പോൾ നമുക്കുള്ളത് നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു and we have got, this is the final answer. So when you multiply these two, you will get almost 76 or 77 into 10 raised to minus 19 joule will come as the answer. Okay, all of you. So practice more number of problems on photoelectric effect. Now next, what we need to talk, it's really you might be waiting for that, it's called the black body radiation. നമ്മൾ അടുത്ത കൺസെപ്റ്റ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. സി, ഒരു സബ്സ്റ്റൻസിൽ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ അവിടെ 3 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, ഈ വന്നു പതിച്ച ലൈറ്റിനെ ഇത് അബ്സോർബ് ചെയ്യാം. ഓക്കെ. 2, വന്നു പതിച്ച ലൈറ്റ് ഇറ്റ് മേ അണ്ടർഗോ ട്രാൻസ്മിഷൻ. ആൻഡ് 3, വന്നു പതിച്ച ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു ബോഡിയിൽ ഏതെങ്കിലും തരത്തിൽ ലൈറ്റ് വന്ന് പതിച്ചാൽ അവിടെ നടക്കാൻ പറ്റുന്ന പോസിബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 റിഫ്ലക്ഷൻ, 2 ട്രാൻസ്മിഷൻ, 3 അബ്സോർപ്ഷൻ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു ലീഫ് നോക്കുകയാണെങ്കിൽ, സി വെനോർ വി അനലൈസ് വൺ ലീഫിൻ്റെ കളർ എന്താണ്? ഒരു ക്യാരക്ടറിസ്റ്റിക് കളർ ഉണ്ടാവും. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കുറച്ച് എമൗണ്ട് ഓഫ് ലൈറ്റ് അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്, ബാക്കി അത് എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ബ്ലാക്ക് ബോഡി? ബ്ലാക്ക് ബോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ലൈറ്റ് എല്ലാം തന്നെ അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റും. സോ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ അബ്സോർബ് ലൈറ്റ് കംപ്ലീറ്റ്ലി. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ all of you. So what is mean by black body? A substance which can absorb all kind of radiation. എല്ലാ റേഡിയേഷനെയും അബ്സോർബ് ചെയ്യുന്ന ഒരു ബോഡിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ. സോ അപ്പോൾ നോക്കുക, ഒരു സബ്സ്റ്റൻസിലേക്ക് എന്ത് ചെയ്യുക? ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ അവിടെ 3 കാര്യങ്ങളാണ് സംഭവിക്കാൻ പറ്റുന്നത്. 1, ലൈറ്റ് അതിലൂടെ കടന്നു പോകാം, മീൻസ് ട്രാൻസ്മിഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യാം, അല്ലെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാം. നമ്മൾ നാച്ചുറലി കാണുന്നത് ഇപ്പോൾ ലീഫ് കാണുകയാണ്, ലീഫ് കുറച്ച് എമൗണ്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്, കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. isn't it? എന്നാൽ what is the meaning of black body? A body which can absorb all kind of radiations. isn't it? എല്ലാ റേഡിയേഷനെയും അബ്സോർബ് ചെയ്യുന്ന ആ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. സോ സി ഹിയർ ഐ കൺസിഡർ എൻ ഐഡിയൽ ബ്ലാക്ക് ബോഡി. അപ്പം ഞാൻ ഈ ബ്ലാക്ക് ബോഡിയെ എന്ത് ചെയ്യാണ്? ചൂടാക്കുകയാണ്. ഐ എം ഗിവിങ് ഓർ സപ്ലൈയിങ് എനർജി.
അപ്പോൾ തീർച്ചയായിട്ടും ഈ ബോഡിയിൽ നിന്നും എന്ത് എമിറ്റ് ചെയ്യും? ലൈറ്റ് എമിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് പലതരത്തിലുള്ള റേഡിയേഷൻസ് പുറത്തേക്ക് വരുന്നുണ്ട്. സി വി ഹാവ് റേഡിയേഷൻസ് കമ്മിങ് ഔട്ട്. സോ അപ്പോൾ നമ്മൾ ഇതിനെ ചൂടാക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അതിൽ നിന്നും എന്ത് ചെയ്യും? പലതരത്തിലുള്ള റേഡിയേഷൻസ് പുറത്തേക്ക് വരികയാണ്. ഉദാഹരണം, നമ്മൾ ഒരു സബ്സ്റ്റൻസ് ചൂടാക്കുകയാണ്. ആദ്യം ഒരു കളറായിരിക്കും, ഇസൻ ഇറ്റ്. പിന്നീട് അത് വേറൊരു കളറിലേക്ക് മാറും, അവസാനം ഒരു വൈറ്റ് കളറിലേക്ക് എത്തും, ഇസൻ ഇറ്റ്. അപ്പോൾ ഓരോ ടെമ്പറേച്ചർ, നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ ഏതാണോ അതിനനുസരിച്ച് ഇതിൽ നിന്ന് എന്ത് ചെയ്യും? എനർജി റിലീസ് ചെയ്യപ്പെടും. സോ എല്ലാ തരത്തിലുള്ള റേഡിയേഷൻസും റിലീസ് ചെയ്യപ്പെടുന്നു. പക്ഷേ ഇതിൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് റേഡിയേഷൻ എന്തായിരിക്കും? ഏറ്റവും കൂടുതലായി പുറത്തു വരും. ഉദാഹരണം നമ്മൾ നോക്കുകയാണ്, നമ്മളിപ്പോൾ ഒരു സ്റ്റാറിനെ നോക്കുകയാണ്. ഇപ്പോൾ സൺ, ഇസൻ ഇറ്റ്. സണ്ണ് നോക്കുകയാണ്, സണ്ണിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ തരത്തിലുള്ള റേഡിയേഷൻസും പുറത്തേക്ക് വരുന്നുണ്ട്, ഇസൻ ഇറ്റ്. അതുപോലെ ചില സ്റ്റാർസിനെ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ സ്റ്റാർസിൽ നിന്നും എല്ലാ തരത്തിലുള്ള റേഡിയേഷനും നമ്മൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ആ സ്റ്റാറിൻ്റെ കളർ ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും അതിൽ നിന്നും അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന്. അല്ല, നമുക്കൊരിക്കലും അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അയാളുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ സ്റ്റാറിൻ്റെയും കളർ നമ്മൾ നോക്കും. അതിൽ നിന്ന് വരുന്ന ആ ലൈറ്റിൻ്റെ കളർ നോക്കിയിട്ട് പറയും ആ സ്റ്റാറിൻ്റെ ടെമ്പറേച്ചർ ഇത്രയായിരിക്കും എന്ന് പറയും. സിമിലർലി നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് ഇവിടുന്ന് വരുന്ന റേഡിയേഷൻസിൻ്റെ എനർജി എന്ത് ചെയ്യാം? മാറാം. ഓക്കെ, അപ്പോൾ ആ എനർജി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. സോ ഓൾ ഓഫ് യു പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ എന്താണ് ഒരു ബ്ലാക്ക് ബോഡി എന്നതിലേക്ക് നമ്മൾ വരികയാണ്. സീ ടു ദാറ്റ്, നമ്മൾ എനർജി കൊടുക്കുമ്പോൾ എനർജിയെ 3 തരത്തിലാണ് സബ്സ്റ്റൻസ് യൂട്ടിലൈസ് ചെയ്യുന്നത്. 1, ആ എനർജിയെ ട്രാൻസ്മിറ്റ് ചെയ്യാം. 2, അബ്സോർബ് ചെയ്യാം. 3, റിഫ്ലക്റ്റ് ചെയ്യാം. എന്നാൽ ചില സബ്സ്റ്റൻസ് ഉണ്ട് വിച്ച് ക്യാൻ അബ്സോർബ് ഓൾ കൈൻഡ് ഓഫ് ലൈറ്റ്, ഇസൻ ഇറ്റ്. അവരെ നമ്മൾ പറയുന്ന പേരാണ് ബ്ലാക്ക് ബോഡി. ഇവിടെ ഞാൻ കൺസ്ട്രക്ട് ചെയ്ത ഒരു ഐഡിയൽ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി കൺസ്ട്രക്ട് ചെയ്തു. അയാളെ ഞാൻ ചൂടാക്കുകയാണ്, ഇസൻ ഇറ്റ്. ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ചിട്ട് അയാൾ ഡിഫറെൻറ്റ് എനർജിയുള്ള റേഡിയേഷൻസ് എന്ത് ചെയ്യാണ്? പുറത്തേക്ക് വിടുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഏത് കളറാണോ പുറത്തേക്ക് വിടുന്നത് എന്നനുസരിച്ച് നമുക്ക് അയാളുടെ ടെമ്പറേച്ചർ പറയാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ സ്റ്റാറിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഓരോ സ്റ്റാർസ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് അതിൻ്റെ കളർ ഏതാണെന്ന് പഠിച്ചതിന് ശേഷമാണ് നമുക്ക് അയാളുടെ ടെമ്പറേച്ചറിനെ കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇയാൾ പുറത്തേക്ക് വിടുന്ന റേഡിയേഷൻസിൻ്റെ സ്വഭാവത്തെക്കുറിച്ചിട്ടാണ്. സോ ദാറ്റ് ഐ നീഡ് ടു എക്സ്പ്ലെയിൻ ബൈ മീൻസ് ഓഫ് എ ഗ്രാഫ്. അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് ബോഡിയെ ചൂടാക്കുകയാണ്. ചൂടാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നും എല്ലാ തരത്തിലുള്ള റേഡിയേഷനും പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ആ വരുന്ന റേഡിയേഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി പല രീതിയിലാണ്. ലെറ്റ് us ചെക്ക് അവരുടെ ഇൻറ്റൻസിറ്റി എങ്ങനെയാണെന്ന്. നിങ്ങൾ നോക്കൂ, കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ള ആൾക്കാരുടെ ഇൻറ്റൻസിറ്റി കുറവാണ്. കൂടുതൽ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയും കുറവാണ്. എന്നാൽ ദർ ഇസ് എ പർട്ടിക്കുലർ ഇൻ്റർമീഡിയറ്റ് ലാംഡ. ഈ ലാംഡ നിങ്ങൾ നോക്കൂ, അല്ലെങ്കിൽ ഈ ഒരു ലാംഡ നിങ്ങൾ നോക്കൂ. ഇതല്ലേ മാക്സിമം അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ പല റേഡിയേഷനും വരുന്നുണ്ട്. ബട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ വരുന്ന ലൈറ്റ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ 5500 കെൽവിനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു കളറായിരിക്കും. എന്നാൽ 4000 കെൽവിനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു കളറിലായിരിക്കും. എനിവേ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടെമ്പറേച്ചർ കൂടിയപ്പോൾ ലാംഡ കുറഞ്ഞു. അപ്പോൾ ഞാനത് എഴുതുന്നു. നോക്കൂ എല്ലാവരും, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ലാംഡ കുറഞ്ഞു. ലാംഡ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എനർജി എന്ത് ചെയ്യുന്നു? കൂടുന്നു. മീൻസ് ഒരു സ്റ്റാറിലെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും പുറത്തു വരുന്ന റേഡിയേഷൻസിൻ്റെ എനർജിയും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ all of you, so please note that point. Now again നമ്മൾ അടുത്ത കേസിലേക്ക് വരികയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻറ്റൻസിറ്റിയും ലാംഡയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നോക്കൂ, ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂടി പിന്നീട് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. സോ ദർ ഈസ് നോ റിലേഷൻ അറ്റ് ഓൾ. ഇൻറ്റൻസിറ്റി കൂടി കുറഞ്ഞു വരുന്നു മീൻസ് ദർ ഈസ് നോ ഡയറക്റ്റ് ഓർ ഇൻവേഴ്സ് റിലേഷൻ. ജസ്റ്റ് ഇതിനകത്ത് ഒബ്സർവ് ചെയ്ത് ഈ രീതിയിലാണ്. സോ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ മെക്കാനിക്സ് വാട്ട് വി തോട്ട് ഇൻ കേസ് ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, സീ ടു ദാറ്റ് ഇവർ തമ്മിലുള്ള റിലേഷൻ, അതായത് ഇൻറ്റൻസിറ്റിയും ലാംഡയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷനാണ് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം ചിന്തിച്ചിരുന്നത്. ബട്ട് ഈ ഒരു ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ച് പഠിച്ചതിൽ നമുക്ക് മനസ്സിലായി ദർ ഈസ് നോ റിലേഷൻ വിത്ത്
intensity and lambda or intensity and energy. Okay, all of you? അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഈ ഇൻറ്റൻസിറ്റിയും ലാംഡയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് എവിടെ നമുക്ക് കിട്ടിയത്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ നമുക്ക് കിട്ടിയത്. ഓക്കെ, സോ വൺസ് അഗെയിൻ ഓൾ ഓഫ് യു പ്ലീസ് ട്രൈ ടു ലിസൺ ഹിയർ. നമുക്കറിയാം ഒരു ബോഡിയിൽ ലൈറ്റ് വീഴുമ്പോൾ അവിടെ 3 കാര്യങ്ങളാണ് സംഭവിക്കുക. 1, ആ ലൈറ്റിനെ അയാൾ അബ്സോർബ് ചെയ്യാം. 2, ആ ലൈറ്റിനെ അയാൾ ട്രാൻസ്മിറ്റ് ചെയ്യാം. 3, ആ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ബോഡി നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്ലാക്ക് ബോഡി മീൻസ് വിച്ച് ക്യാൻ അബ്സോർബ് ഓൾ കൈൻഡ് ഓഫ് ലൈറ്റ്. അത്തരത്തിലുള്ളൊരു ബ്ലാക്ക് ബോഡിയെ ഞാൻ ചൂടാക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് പലതരത്തിലുള്ള റേഡിയേഷൻസ് പുറത്തേക്ക് വരുന്നു. ബട്ട് അങ്ങനെ വരുന്ന ആ റേഡിയേഷൻസിൻ്റെ കളറ് ദറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ. നമുക്കറിയാം നമ്മളൊരു സ്റ്റാറിൻ്റെ ആ സ്റ്റാറിൽ നിന്നിരുന്ന ലൈറ്റിൻ്റെ കളർ നോക്കിയിട്ടാണ് ആ സ്റ്റാറിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ പറയുക. സിമിലർലി നമുക്ക് ഇവിടുന്ന് വന്ന റേഡിയേഷൻസ് നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് നിങ്ങൾ നോക്കൂ, ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇതിൽ നിന്നും എല്ലാ തരത്തിലുള്ള റേഡിയേഷനും പുറത്തേക്ക് വരുന്നുണ്ട്. ബട്ട് ഒരു പർട്ടിക്കുലർ എനർജി, ഒരു പർട്ടിക്കുലർ ലാംഡ, അതാണ് കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ പുറത്തേക്ക് വരുന്നത്. അതായിരിക്കും അന്നേരം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കളർ. നൗ ആ കളർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ആ ലാംഡ എന്തായിരിക്കും, കുറവായിരിക്കും. അല്ലെങ്കിൽ ആ വരുന്ന ആ എനർജി എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ ഹിയർ നമ്മൾ ഒബ്സർവ് ചെയ്തത് ഇത്രയും നാളും നമ്മൾ കൺസിഡർ ചെയ്ത ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം, ഓക്കെ, നമ്മൾ വിചാരിച്ചിരുന്നത് ഇൻറ്റൻസിറ്റിയും ലാംഡയും ഇൻവേഴ്സ് റിലേഷൻ എന്നാണ്. ബട്ട് ഇവിടുന്ന് നമുക്ക് മനസ്സിലായി ഈ ഇൻറ്റൻസിറ്റിയും ലാംഡയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സോ ക്ലാസിക്കൽ മെക്കാനിക്സ് മാത്രമല്ല കറക്റ്റായിട്ടുള്ളത്, നമുക്ക് ക്വാണ്ടം മെക്കാനിക്സും കൂടെ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ ക്വാണ്ടം തിയറിയും കൂടെ കൺസിഡർ ചെയ്യണം. അതാണ് നമ്മൾ ഇവിടുന്ന് എടുക്കേണ്ട ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. ഓക്കെ all of you? So we have a photoelectric effect and black body radiation. These two very clearly support ആരെയാണ്, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. ഓക്കെ, അപ്പോൾ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിൻ്റെ 2 എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ആണ് നമുക്കുള്ള ആരെന്ന് പറയുന്നത്. ആദ്യത്തെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, രണ്ടാമത്തത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഓക്കെ all of you? So now let's go ahead. അപ്പോൾ നമുക്കിനി അടുത്ത കൺസെപ്റ്റ് ഉള്ളത് ബോർ മോഡലാണ്. നോക്കൂ, NCERT നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ അതിനു മുന്നേ നിങ്ങൾ സ്പെക്ട്രം എന്നുള്ള ടേം കണ്ടിട്ടുണ്ടാകും. പക്ഷേ റൈറ്റ് നൗ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ആദ്യം ബോർസ് മോഡൽ പറഞ്ഞിട്ട് മാത്രമേ നമ്മൾ എന്തിലേക്ക് വരുന്നുള്ളൂ, സ്പെക്ട്രത്തിലേക്ക് വരുന്നുള്ളൂ. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് അവർ ബോർസ് മോഡൽ. തീർച്ചയായും നോക്കൂ എല്ലാവരും. സോ അക്കോർഡിംഗ് ടു ബോർ, electrons are revolving around the nucleus in certain selected circular path called orbit. So first point, all of you listen here. Electrons are revolving around the nucleus in certain selected circular path called orbit. Okay? Electrons are revolving around the nucleus in certain selected circular path called orbit. Second point. നോക്കൂ, സെക്കൻഡ് പോയിന്റ് ശരിക്കും നമുക്കറിയാം, നമ്മൾ റുദർഫോർഡിൻ്റെ കേസിൽ പഠിച്ചിരുന്നു. റുദർഫോർഡിൻ്റെ കേസിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ അയാളുടെ എനർജി നഷ്ടപ്പെട്ട് അയാൾ അവസാനം വന്ന് ന്യൂക്ലിയസിൽ കൊളൈഡ് ചെയ്ത് വീഴും നമ്മൾ പഠിച്ചു. മീൻസ് റുദർഫോർഡിന് ഹി കുഡന്റ് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ഇലക്ട്രോൺ അറൗണ്ട് ദ ന്യൂക്ലിയസ്. എന്നാൽ ഇവിടെ അയാൾ പറയുന്ന സെക്കൻഡ് പോയിന്റ് എല്ലാവരും നോക്കിക്കൊള്ളുക. See, what is the relevance of second point? As long as the electron revolves in a particular orbit, there is no loss or gain of energy. Second point, as long as it revolves in a particular orbit, there is no loss or gain of energy. Not on the point. As long as the electron revolves in a particular orbit, there is no loss or gain of energy. See, നമുക്കറിയാം നമ്മുടെ റുദർഫോർഡിൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഇലക്ട്രോൺ കറങ്ങുകയാണെങ്കിൽ എനർജി നഷ്ടപ്പെടുമെന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഇയാളത് കോമ്പൻസേറ്റ് ചെയ്തു. ഇയാളെന്താ പറഞ്ഞത്, ഇലക്ട്രോൺ ഒരു ലെവൽ കറങ്ങുകയാണെങ്കിൽ അയാളുടെ എനർജി എന്ത് ചെയ്യില്ല, നഷ്ടപ്പെടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഡ്രോബാക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അയാളെ കൊണ്ട് പറ്റി. Isn't it? Next, all of you see to that.
വെൻ ഇറ്റ് ജംപ് ഫ്രം വൺ ഓർബിറ്റ് ടു അനദർ, ഇയാൾ ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നു, അതല്ലെങ്കിൽ ഇവിടുന്ന് താഴേക്ക് വരുന്നു, ഇസ്ന്റ് ഇറ്റ്, അന്നേരം അയാളുടെ എനർജി എന്ത് ചെയ്യും? മാറ്റം വരും. കുട്ടികൾ, നിങ്ങൾ താൽക്കാലികമായി ഇപ്പോൾ മനസ്സിലാക്കുക, കെ ഷെല്ലിന് എനർജി കുറവാണ്, എൽ ഷെല്ലിന് അതിലും കൂടുതൽ എനർജിയാണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ കെ ഷെല്ലിൽ നിന്ന് എൽ ഷെല്ലിലേക്ക് പോകണമെങ്കിൽ അത് എനർജി വാങ്ങണം, എനർജി അബ്സോർബ് ചെയ്യണം. എന്നാൽ എൽ ഷെല്ലിൽ നിന്ന് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ എനർജി എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. മീൻസ് when it jump from one orbit to another, there will be energy loss or a gain. When it jump from one orbit to another, there will be energy loss or gain. Okay, all of you? So, മൂന്ന് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, can you speak all of you? What is the first statement? ഒന്ന് പറയാമോ എല്ലാവർക്കും എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന്? നോക്കൂ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, electrons are revolving around the nucleus in certain selected circular path. അത് നമ്മൾ മറക്കാൻ പാടില്ല. That is very important. Certain selected circular path called orbit. ഇനി ഈ ഓർബിറ്റിൽ കറങ്ങുന്നിടത്തോളം കാലം അവർക്ക് യാതൊരു തരത്തിലുള്ള എനർജി ചേഞ്ച് ഉണ്ടാവില്ല, isn't it? ഇനി ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് ഇയാൾ ചാടുകയോ അല്ലെങ്കിൽ തിരിച്ചു വരികയോ ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ എനർജി ചേഞ്ച് ഉണ്ടാകും. ഓക്കെ all of you? സോ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആണ് ഇയാൾ ആദ്യം പറഞ്ഞത്. നൗ വാട്ട് ഈസ് ദ ലാസ്റ്റ് പോയിന്റ്? ഇങ്ങനെ കറങ്ങുന്ന ഇലക്ട്രോൺസിന് ഒരു മൊമെന്റം ഉണ്ട്, അത് സർക്കുലർ മോഷനിലുള്ള മൊമെന്റമാണ്. സോ വി സേ ദാറ്റ് ആംഗുലർ മൊമെന്റം. ദ ആംഗുലർ മൊമെന്റം ഓഫ് these electrons are quantized and it is given as mvr equals nh by 2 pi. So what is the next point? Tell me all of you. mvr equals nh by 2 pi. നോക്കൂ, ഇതാണ് ബോർസിന്റെ കൺസെപ്റ്റ്, isn't it? അപ്പോൾ ഏതൊക്കെയാണ് അയാളുടെ സ്റ്റേറ്റ്മെന്റ്? ഫസ്റ്റ് വൺ, isn't it? Electrons are revolving around the nucleus in certain selected circular paths called the orbit. As long as the electron revolves in a particular orbit, there is no loss or gain of energy. But when it jumps from one orbit to another, കുട്ടികൾ എല്ലാവരും നോക്കൂ, ഇയാൾ കെയിൽ നിന്ന് എല്ലിലേക്ക് പോകുമ്പോൾ എനർജി അബ്സോർബ് ചെയ്യും, എന്നാൽ എല്ലിൽ നിന്ന് തിരിച്ച് കെയിലേക്ക് വരുമ്പോൾ എനർജി റിലീസ് ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. Okay, so as long as it remains in a particular orbit, there is no loss or gain of energy. But when it jumps from one orbit to another, it needs to emit or gain energy. Now the last point, isn't it? Angular momentum of these electrons are quantized and it is given as mvr equals nh by 2 pi, isn't it? അപ്പോൾ നോക്കൂ, ഇത്രയാണ് ബോർസിന്റെ സ്റ്റേറ്റ്മെന്റ്. തീർച്ചയായും നമുക്ക് ബോർസിന്റെ മോഡലിനെ കുറിച്ചിട്ട് തീർച്ചയായും നമുക്കറിയാം, ഇതാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാനറ്ററി മോഡൽ എന്ന് പറയുന്നത്, പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ മെറിറ്റ്സും ഇതുമായി റിലവൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും ഇറ്റ്സ് എ ഹ്യൂജ് എന്താണ്, വളരെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുള്ള ടോപ്പിക്കാണ്. തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഓക്കെ all of you? So thank you.